24 അല്ലേ? ഓക്കെ. ഓട്ടം 46,000. ഏതാ? ഓട്ടോമാറ്റിക്, പെട്രോൾ, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓപ്പൻ്റെ മോഡൽ SXO ഓപ്ഷൻ. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ പാർട്ടിക്ക്? ഇല്ല, ഹൈലൈൻ പ്ലസ് ഡോക്ടർ ഉപയോഗിച്ച വെഹിക്കിളാണ്. പിന്നെ അപ്പം അതിന് തന്ത്രമൊന്നുമല്ല. ഓക്കെ. അപ്പോൾ എത്രയാണ് രൂപയാണ് ഇപ്പോൾ NOCയിൽ ചോദിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ കണ്ടു എന്താണ് ഈ NOC പ്രൈസ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ചോദ്യമാണ് NOCയുള്ള റേറ്റ്. നമുക്ക് എന്തെങ്കിലും ഓൺ ടേബിൾ മാറ്റി കൊടുക്കാം? ചെയ്യാം. ഉറപ്പല്ലേ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സൈഡിൽ കണ്ട 2 അടിപൊളി പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളാണ്. പ്രീമിയം മാത്രമല്ല, ഇന്നോവ, അതേപോലെ ക്രിസ്റ്റ, ഫോർച്യൂണർ, പിന്നെ ചെറിയ സെഗ്മെൻറ്റ് ക്രെറ്റ തുടങ്ങിയ ഒരു മിക്സഡ് വാഹനങ്ങളുടെ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം കാസ്റ്റോറിയാണ്, കോഴിക്കോട് ഇരിങ്ങാലപ്പള്ളിയാണ് ലൊക്കേഷൻ. കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് അഷ്റഫ് ഖാനെ സ്വാഗതം ചെയ്യാം. അഷ്റഫ് ഖാൻ, സ്വാഗതം. ഓക്കെ. അപ്പോൾ എങ്ങനെ മാർച്ചിൻ്റെ ഒരു സ്പെഷ്യൽ സെയിലാണോ? സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിലാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഈദും വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് കാസും മിക്സ്ഡ് പ്രീമിയം കാസും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക, എല്ലാ സെഗ്മെന്റും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം എടുക്കുന്നത്. എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പാണെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ മാക്സിമം റേറ്റ് മുട്ടിച്ചിട്ടുണ്ട്. വേറെ സ്പെഷ്യൽ ഓഫർ പൊട്ടിച്ചുള്ള റേറ്റ് പറയാൻ പേടിയാ. പൊട്ടിച്ചെന്ന് പറയണ്ട, സ്പെഷ്യൽ റേറ്റ് കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ട് പ്രൈസിലാണ്ട് കൊടുക്കുക. ഇതിൽ തന്നെ എല്ലാ മിക്സർ, എല്ലാ സെഗ്മെന്റും ഉണ്ട്. അതായത് റീവണ്ടി എല്ലാം ഉണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയുണ്ട്, രണ്ടും അതർ സ്റ്റേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഏതായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. ഈ ഒരു വെക്കേഷൻ വരെയാണ് മൊത്തത്തിൽ നിങ്ങൾ ഒരു അടിപൊളി 7 സീറ്റർ ഒക്കെ എടുത്തിട്ട് ഫാമിലി ആയിട്ടൊരു ട്രിപ്പൊക്കെ അടിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടു നോക്കാം. കാസ്റ്ററുടെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ഇതിൽ തന്നെ തുടങ്ങാം. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും കൂടിയ ഐറ്റം അല്ലേ? റേഞ്ച് റോവർ വെലാറാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. 18 മോഡലാണ്. അതർ സ്റ്റേറ്റ് HR രജിസ്ട്രേഷൻ ആണ്. HR. ഓക്കെ. സിംഗിൾ ഓണർ, 64,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഡീസലാണ്. ഓക്കെ. വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഇല്ല. വെലാറൊക്കെ പൊതുവെ എങ്ങനെ ഇവോക്കിനെ പോലെയൊക്കെ മൈലേജ് കിട്ടുമോ? മൈലേജ് സിറ്റിയിലൊരു 9-10 ആ റേഞ്ച്. ഹൈവേയിൽ 13 കിട്ടുന്നൊരു കസ്റ്റമർ പറയുന്നുണ്ട്. 13 വരെ കിട്ടും. മറ്റേത് അത്യാവശ്യം കിട്ടില്ല. ഇവോക്കൊക്കെ അത്യാവശ്യം കിട്ടില്ല സ്കോറൊക്കെ. ഓക്കെ. അപ്പോൾ 68,000 കിലോമീറ്റർ ഓടിയ 2018 സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വെലാറാണ്. ഹരിയാന രജിസ്ട്രേഷൻ, അതർ സ്റ്റേറ്റ് ആണ്. ഡീസൽ വാഹനം. പിന്നെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യമില്ല. ബമ്പർ പെയിന്റിംഗ് ടച്ചപ്പ് ഉണ്ട്. ടച്ചപ്പ് അല്ലാണ്ട് റീപ്ലേസ്മെന്റ് സർവീസ് കമ്പനിയാണ് സർവീസ്, പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? എത്ര ഇത് മാറാനും? 44,50,000. 44.5 ലക്ഷം അല്ലേ? ഓക്കെ. മാറാൻ എത്ര വേണ്ടി വരും? ഒരു 7.58. ഓക്കെ. 7.5-8 ആണെങ്കിൽ കുറവായിരിക്കും. കേരളയിലാക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പറയാമല്ലോ, നമ്മുടെ ടാക്സ് വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ 7.5 മാറാം കാണേണ്ടി വരും. 44.5 ചോദ്യം അല്ലേ? 44,50,000 ചോദ്യമാണ് NOCയുള്ള റേറ്റ്. നമുക്ക് എന്തെങ്കിലും ഓൺ ടേബിൾ മാറ്റി കൊടുക്കാം? ചെയ്യാം. ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എടുത്തോളൂ. കാരണം കേരള വണ്ടീൻ്റെ മാർക്കറ്റ് എന്ന് വെച്ചാൽ അത്രയും മാറും അല്ലേ? 18 മോഡലാകുമ്പോൾ എത്ര? കേരള വണ്ടി ഈ മോഡലിന് അപ്രോക്സിമേറ്റ് ഒരു 60 റേഞ്ച് വരുന്നുണ്ട്. 60 റേഞ്ചിൽ വരും. ഇത് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 1 CR അടുത്തുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു അടിപൊളി ബ്ലാക്ക് C220D ആണ്, മെർസിഡസ് ബെൻസ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 14-15 മോഡൽ. ഇത് റീവണ്ടി അല്ലേ? UP രജിസ്ട്രേഷൻ ആണ്. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന C220D. ഓട്ടം 1,15,000. പ്രോപ്പർ ഹിസ്റ്ററി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാ? അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. 1.15, 14 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന C220D ആണ്. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം അല്ലേ? ലോങ്ങിലൊക്കെ 15-17 ലോങ്ങിൽ കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 12-14 വരെ കിട്ടുന്നുണ്ട്. 14 റൂഫ് വരും. ഓക്കെ. പിന്നെ ബെൻസിന്റെ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ റോയ്സ് എക്സ്റ്റീരിയർ റോയ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റൈലിഷ് ഡിസൈൻ. വേറെ ബ്രാൻഡ് കമ്പയർ ചെയ്ത് നോക്കിയാൽ, നിങ്ങളുടെ ലക്ഷറിയിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഡിസൈൻ എന്ന് വെച്ചാൽ പ്രത്യേക രസമായിരിക്കും. എല്ലാവരും 14 സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്പെക്കാണ് ഒരു സെഗ്മെന്റ് ആണ്. നല്ലൊരു സഡാൻ കാറ്റഗറി വെഹിക്കിൾ. ഇപ്പൊ ലോങ് യാത്രക്കൊക്കെ ബെസ്റ്റ് സഡാൻ തന്നെയാണ്. ഓടിക്കുന്നവർക്ക് സുഖമായിരിക്കും, യാത്ര ചെയ്തവർക്ക് സുഖം തന്നെയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യമൊന്നുമില്ല. പെയിന്റ് അങ്ങനത്തെ ചെറിയ ചെറിയ പുറത്തെ വണ്ടി അറിയാലോ, വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ടാവും. ആ ഒരു ക്ലീനപ്പ് അതല്ലേ ഉള്ളൂ, വേറെ. ഓക്കെ.
14 മോഡൽ 15 രജിസ്ട്രേഷൻ. എത്രയാണ് നമ്മൾ NOC പറയുന്നത്? എത്രയാണ്? ഒന്നിൽ നമുക്കൊരു 14.75. 14,75,000 C220D ആണ്. 14,75 മാറണമെങ്കിൽ ഒരു 3.5 കണ്ടി വരും. 2.5 ഉണ്ടാവും. നേരത്തെ റേഞ്ച് ഏരാ പറഞ്ഞത്, അത് ഇപ്പോൾ ജസ്റ്റ് വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ 7 ചോടെ വരുള്ളൂ. 6.8. ഓക്കെ. വെലാറിൽ 7.5 ഒന്നും വരില്ല മാറ്റാൻ, അതിൻ്റെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇതും ഒരു 2.5 ലക്ഷം വരുന്നുള്ളൂ. ഇപ്പോൾ ചോദിച്ച 14,75,000 രൂപയാണ് ഇപ്പോൾ NOCയിൽ ചോദിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ കണ്ടു, എന്താണ് ഈ NOC പ്രൈസ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വാഹനം കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടുത്തെ വാഹനം വേറെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാതിരിക്കണം. കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഇവിടെ നിന്നുള്ള ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റാണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് NOC എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വാഹനം അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ ടാക്സ് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിയുള്ള എത്ര വർഷമുണ്ടോ 15 വർഷത്തിലേക്ക് അതിൻ്റെ ടാക്സ് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ NOC റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേപ്പർ കിട്ടുന്ന ഇത് മാത്രമാണ്. അഡീഷണലി ടാക്സ് നമ്മളിവിടെ അടക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മളൊരു ചെറുതിലേക്ക് വന്നു. പോളോ ആണ്, അത് റെഡ് പോളോ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മുകളിൽ 1.2 പെട്രോൾ മാനുവൽ. ഓക്കെ, 17 1.2. ഏതാ ഓപ്ഷൻ? ഏതാ? ഹൈലൈൻ പ്ലസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1.2 ഏറ്റവും ഫുൾ ഓപ്ഷൻ. 78,000 ഓടിയുണ്ട്. സിംഗിൾ ഓണർ. 78,000 അല്ലേ? ഓക്കെ. മാനുവലാണ്, എന്നാൽ കൂടെ പവർ ഉണ്ടാവും അല്ലേ? 1.2 അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും. പിന്നെ മൈലേജ് ഒരു 11 to 14 വരെയൊക്കെ കണ്ടാൽ മതി, അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, 78,000 ഒരു ക്ലെയിമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നല്ലൊരു റെഡ് പോളോ ആണ്. ഒറിജിനൽ കേരള വണ്ടി. വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ പാർട്ടിക്ക്? ഇല്ല. ഹൈലൈൻ പ്ലസ് ഡോക്ടർ വിളിച്ച വെഹിക്കിളാണ്. പിന്നെ അപ്പം അതുപോലെ ബിസിനസ്. ഓക്കെ. അപ്പോൾ എത്രയാ ചോദ്യം? എത്രയാ? 5,40. 5,40,000 രൂപയ്ക്ക് 78,000 കിലോമീറ്റർ ഓടിയ 2017 ഹൈലൈൻ പ്ലസ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന മാനുവൽ പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. മാക്സിമം കിട്ടും. ഓക്കെ. കിയയുടെ സോണറ്റ് ആണ് അടുത്ത വാഹനം. 2 സോണറ്റ് ഉണ്ട് ഇവിടെ. ഒന്ന് റെഡും ഉണ്ട്, ഒന്ന് വൈറ്റും ഉണ്ട്. ഇത് GT ലൈനാണ്. വൈറ്റ് ഫുൾ ഓപ്ഷൻ. 2020 മോഡൽ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഇത്രയും ഫീച്ചേഴ്സും മൈലേജ് ഒത്തണമെങ്കിൽ ഒരു വണ്ടി വേറെ ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു സെഗ്മെന്റിലാണ്. പിന്നെ ഒരു 17-18 ലോങ്ങിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ടൗണിൽ തന്നെ ആണെങ്കിലും 14-15 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഓട്ടോ എത്ര പോയി? 75. 75,000 20 മോഡൽ അല്ലേ? ഓക്കെ. ഡീസൽ കേരള വണ്ടി. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല. ക്ലെയിം ഗ്ലാസ് ഇല്ല. ജസ്റ്റ് ബൈക്ക് വന്നത് അതിന്റെ ഫോട്ടോ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാറ്റേണ്ട അല്ല, പക്ഷേ കമ്പനി ക്ലെയിമിന് കൊടുത്തപ്പോൾ കമ്പനി അവർ മാറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള ചെറിയ വർക്കിൽ മാറ്റിയതാണ്. ചെറിയൊരു ബൈക്ക് മുട്ടി അല്ലേ? ഓക്കെ. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് 20 മോഡൽ 75,000 കിലോമീറ്റർ ഓടിയ GT ലൈൻ ഫുൾ ഓപ്ഷൻ കിയ സോണറ്റ്. എത്ര കൊടുക്കാം നമുക്ക്? 9,80,000. 9,80,000 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. വലിയൊരു ഓട്ടോ കൂടുതലൊന്നുമില്ല അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ കിടക്കാണ്. ഒരു 9 ലക്ഷം വരെ ലോൺ കിട്ടും. പിന്നെ മാനുവലോട് നമ്മുടെ 2022 അത് റെഡ് കളർ. അത് 80 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. 9,000 ചോദിക്കുന്നത്. 22 മോഡലോട്ട് ഏത് വേണം? സോഡറിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സെൽട്ടോസ് ഉണ്ട്. ഇതും ഫുൾ ഓപ്ഷൻ GT ലൈനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഇതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 22 മോഡൽ. ഓട്ടോ എത്ര പോയി? 77,000. ഏകദേശം സോണറ്റ് പോലെ തന്നെ മൈലേജ് കിട്ടും അല്ലേ? 17-18 സെയിം മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. 77,000 ഏകദേശം സെയിം കിലോമീറ്റർ. പക്ഷെ ഇത് വർഷം കൂടുതലാണ്, അത് വർഷം വെച്ചിട്ട് കുറവാണ്. ഓക്കെ. അപ്പോൾ ഇത് 22 മോഡലിലാണ് 77,000 ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഇതിലും എല്ലാ ഫീച്ചേഴ്സും ഒന്നും നമ്മൾ ചെയ്യാനില്ല, അഡീഷണൽ ഒന്നും ചെയ്യാനില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഓക്കെ. സൺറൂഫ് അടക്കമുണ്ട്. എത്രയാണ് ചോദ്യം? എത്രയാണ്? 15,80,000. 15,80 അല്ലേ? ഓക്കെ. 22 മോഡൽ 77,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ GT ലൈൻ കിയ സെൽട്ടോസ് ആണിത്. ഓക്കെ. ലോൺ എത്ര കയറും? ഒരു 14-13 അറേഞ്ച് കിട്ടും അല്ലേ? പുതിയ വെഹിക്കിൾ അന്ന് 25-ന് ഓൾമോസ്റ്റ് വില ഉണ്ട് അന്ന്. പിന്നെ GST കുറഞ്ഞ് അത് മാറാൻ പോകാന്ന് കേൾക്കുന്നത്. സത്യാവസ്ഥ അറിയില്ല എന്നാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. പിന്നെ എല്ലാ പ്രോപ്പർ സർവീസ് അല്ല? പ്രോപ്പർ സർവീസ്. ഇതാ ഹ്യുണ്ടായി ക്രെറ്റയും വന്നു. അതായത് സെൽട്ടോസിന്റെ സെയിം കാറ്റഗറി വണ്ടി തന്നെയാണ് ഹ്യുണ്ടായിലേക്ക് വരുമ്പോൾ. ഓക്കെ. ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനം. ഏതാ മോഡല്? 2024 അല്ലേ? ഓക്കെ. ഓട്ടം
ഓട്ടം 46,000. ഏതാ ഓട്ടോമാറ്റിക് പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ടോപ്പിൻ്റെ മോഡൽ SXO ഓപ്ഷൻ. ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. 24 മോഡൽ വരുന്നത്. 27 വരെ കമ്പനി വാറണ്ടി ആയിരിക്കും അല്ലേ? 27 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി ആണ് ഇപ്പോൾ. ഓക്കെ, നേരത്തെ കാണിച്ച സെൽട്ടോസ് ഒന്നും എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ, കഴിഞ്ഞില്ലേ? ഓക്കെ, ഇത് നിലവിൽ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. എന്ത് ക്ലെയിം സംഭവിച്ചാലും നിങ്ങൾക്ക് ക്ലെയിം അല്ല, ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പാർട്സ് പോയതോ എന്തായാലും നിങ്ങൾക്ക് വാറണ്ടിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ ഇറവാണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സെൽട്ടോസിനേക്കാൾ 1-2 മൈലേജ് കുറവായിരിക്കും പക്ഷെ വണ്ടി ഓടിക്കാൻ അസാധ്യം ഫീലാണ്. ഞാൻ ഓടിച്ചിട്ടുണ്ട് കുറച്ച് വന്ന് ഒരു ദിവസം ഓടിച്ചിട്ടുണ്ട്. വണ്ടി പൊതുവെ ഓടിക്കാൻ നല്ല സുഖം, വണ്ടി നല്ല പ്രത്യേകിച്ച് അതിൻ്റെ ഡാഷൊക്കെ ഭയങ്കര ഡിസൈൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഭയങ്കര കോക്പിറ്റ് ഡിസൈനാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് മൂഡായിരിക്കും അല്ലേ? ഓക്കെ, ഒന്നുമില്ലല്ലോ ക്ലെയിം? ഒരു 40,000 rupees. എന്താ സംഭവിച്ചത്? ജസ്റ്റ് ഒരു ഗട്ടറിൽ ചാടിയപ്പോൾ അതിൻ്റെ ബോൾ ജോയിന്റ്, ലോവർ ആമിൻ്റെ അങ്ങനത്തെ പാർട്സുകൾ 40,000 ക്ലെയിം മാത്രം. അടിയില്ല ബോൾ ജോയിന്റ്. ഓക്കെ ഓക്കെ, 40,000 ക്ലെയിം ഉണ്ട്. അതായത് ബോഡിയിലോ സ്ട്രക്ചറിലോ ഒന്നുമല്ല, ഉള്ളിലെ മെക്കാനിക്കൽ സൈഡാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് വാറണ്ടി തന്നെ ചെയ്തായിരിക്കും കമ്പനി ക്ലെയിം ചെയ്താണ്. എത്ര ചോദ്യം? എത്ര? നമുക്കൊരു 19,40,000. 19,40,000. ഇന്ന് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? 25 സംതിങ് ഉണ്ട് അല്ലേ? 19,40 എത്ര കിലോമീറ്റർ പറഞ്ഞാൽ? 46,000 കിലോമീറ്റർ ഓടിയ 2024 അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഈ ഒരു ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 18.5 ഒക്കെ ലോഡ് കയറും. ഇതൊരു ഫുൾ സൈസ് 7 സീറ്റർ SUV സെഗ്മെന്റ് ആണ്. ഫോർച്യൂണർ. ഇത് കേരള വണ്ടിയാണോ റിയ വണ്ടിയാണോ? കേരള, ഒറിജിനൽ കേരള. എവിടെ രജിസ്ട്രേഷൻ വരുന്നത്? 49. ഓക്കെ, നമ്പറാണ് 7777. ഓക്കെ, KL 49 7777 നമ്പർ വരുന്ന ഒരു അടിപൊളി ഫോർച്യൂണറാണ്. ഏതാ? 2 വീൽ 4 വീൽ ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഓട്ടോമാറ്റിക് വാഹനം. ഏതാ മോഡൽ? 2022 അല്ല? ഓക്കെ, ഓട്ടോ എത്ര പോയി? 82. പ്രോപ്പർ സർവീസാ? സർവീസ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് തന്നെ? സിംഗിൾ ഓൺഷിപ്പ്. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഉണ്ട്. എന്താ? ഹെഡ്ലൈറ്റും ബമ്പറും. ഹെഡ്ലൈറ്റും ബമ്പർ ഉള്ളിൽ ക്രോസ് മെമ്പർ കിട്ടിയില്ല. ഹെഡ്ലൈറ്റും ബമ്പർ കോർണർ ചെറിയ അടിയില്ല. ഓക്കെ, എന്നാലും ഫ്രണ്ടിൽ നല്ല ടയർ ഭാഗമുണ്ട്. 2 പുതിയ ടയർ. ഫ്രണ്ടിൽ പുതിയ ടയർസാണ്, പുറകിൽ ആവറേജ് ആണ്. ഓക്കെ, ഈ ഒരു ചെറിയ ക്ലെയിം അത് കമ്പനി തന്നെ. ഓക്കെ, 80,000 കിലോമീറ്റർ ഓടിയ 2022 4 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഒറിജിനൽ കേരള വണ്ടി. അടുത്തത് മഹീന്ദ്ര ഥാർ. ഇതിന്റെ പുതിയൊരു നമ്പർ പ്ലേറ്റ് വന്നേക്കാണ്, അതുകൊണ്ടാണ് മേലെ വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് 4 വീൽ മാനുവൽ ഡീസൽ. 4 വീൽ മാനുവൽ 21 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് ഡീസൽ അല്ല? ഓക്കെ, അപ്പോൾ ഓട്ടം 96 ഓടിയിട്ടുണ്ട്. പക്ഷേ വെൽ മെയിൻറ്റൈൻ ആണ്. ഇപ്പോഴും ഓടിച്ചു കഴിഞ്ഞാൽ 30-40 ഓടിക്ക് മെയിൻ ചെയ്യാൻ വണ്ടിക്ക്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഗ്രില്ലും എല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഏതാ? ഇതൊക്കെ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ചെയ്താൽ അങ്ങനെ? ഓക്കെ ഓക്കെ, ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ്. ടയേഴ്സ് ഉണ്ട്, നല്ല ടയേഴ്സാണ്. എന്നാലും നല്ല ടയേഴ്സാണ്. വേറെ ഇപ്പോൾ വർക്കൊന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മാനുവൽ കുറച്ച് ഓട്ടോമാറ്റിക് അപേക്ഷിച്ച് മൈലേജ് കുറച്ച് കൂടുതലാണല്ലോ. 21 പറഞ്ഞേ? 21 മോഡൽ. 90,000 കിലോമീറ്റർ അല്ല? ഓക്കെ, 4 വീൽ മാനുവൽ ആണ്. എത്രയാണ് ചോദ്യം? എത്ര ചെയ്തത്? 11,90,000. 11,90,000 ഫൈനലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി? പിന്നെ കസ്റ്റമർ എന്തെങ്കിലും. 11,90,000 2021 4 വീൽ മാനുവൽ ഥാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോൺ ഒരു 15 ലക്ഷം വരെ കിട്ടും. അപ്പോൾ 10 ലക്ഷം വരെ എന്താണെന്ന് നോക്കാം. അടുത്ത ഒരു കേരള നമ്പർ ആയിക്കഴിഞ്ഞ ഫോർച്യൂണറാണ്. ഒരു ഒറിജിനൽ കേരള നിങ്ങൾക്ക് എടുക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ കേരള നമ്പർ ആയ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ നമ്പർ ആയിക്കഴിഞ്ഞ ഫോർച്യൂണർ അല്ലേ? 4x4 16 മോഡൽ. 16 4x4 ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോ എത്ര പോയി? 1,80,000. 180 സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, ടൊയോട്ടയാണ്. പ്രശ്നമല്ല, കിലോമീറ്റർ. പക്ഷേ വണ്ടി നല്ല ഓടിക്കാനുള്ള സ്മൂത്താണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ എന്ത് ചെക്ക് ചെയ്യണം, ഏത് വണ്ടി ആയിക്കോട്ടെ, ഇവിടെ അടുത്ത് തന്നെ എല്ലാ ഷോറൂം എല്ലാം ഉണ്ട് അല്ലേ? ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു 7 കിലോമീറ്ററിനുള്ളിൽ ഏകദേശം എല്ലാ ഷോറൂമും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ വെക്കുന്ന വാഹനം, അതായത് ഇങ്ങോട്ട് കേരളത്തിന് മാറുമ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒന്നുമില്ല. എത്രയാണ് ചോദ്യം? എത്രയാണ്? 24,40,000.
24,40 കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു 5 പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ടാക്സോ കാര്യം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്പർ ആയി കഴിഞ്ഞിട്ടുള്ള വിലയാണിത്. ശരിക്കും ഇത് നമ്പർ ആവുകയാണെങ്കിൽ ഒരു 2-3 ലക്ഷത്തിനടുത്ത് കാണണ്ടേ? അപ്പോൾ നമ്പർ ആയി കഴിഞ്ഞ വാഹനം ഇനി ഒന്നും ചിലവാക്കണ്ട. 24,40 കൊണ്ടുപോകാം. ലോൺ ഒരു 20-22 ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത സെൽട്ടോസ് ആണ്. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. എന്തെങ്കിലും ഡീറ്റെയിൽ? 2021 മോഡൽ HTK പ്ലസ് മിഡിൽ ഓപ്ഷൻ മാനുവൽ, ഡീസൽ മാനുവൽ അല്ലേ? 18-20 റേഞ്ച് മൈലേജ് ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, അത്രയും മൈലേജ് കിട്ടുന്ന വാഹനം. 21 മോഡൽ. ഓക്കെ, കണ്ണൂർ ഓണറാണ്. 52,000 ഓടിയിട്ടുണ്ട്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വലിയ ഓട്ടം പോയിട്ടില്ല. ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം പോയിട്ടേ ഇല്ല. പക്ഷേ ഇതിൽ നമ്മൾ ആഡ് ഓൺസ് ആയിട്ട് GT ലൈൻ്റെ അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി അലോയ്സ് വരുന്നുണ്ടോ? അതുണ്ട്. പക്ഷേ GT ലൈൻ്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ പുഷ്പട്ടൻ ഉണ്ടാവോ? പുഷ്പട്ടൻ വരും. ബാക്കി ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. അങ്ങനത്തെ മാറ്റങ്ങളാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അഡീഷണൽ GTൻ്റെ അലോയ്സും ചെയ്തിട്ടുണ്ട്. എത്രയാണ് ചോദ്യം? എത്രയുണ്ട്? 11,75,000 രൂപയ്ക്ക് 2021 ഡീസൽ മാനുവൽ 52,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഓക്കെ, മാക്സിമം ലോൺ കയറും? ലോൺ കയറും. ഓക്കെ, അപ്പോൾ ഡീസൽ മാനുവലാണ്. നല്ല മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. ഹൈവേ 20 എബോവ് ഉണ്ട്. അതെ, കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഒരു അടിപൊളി എക്കോ സ്പോർട്ട്. ഒരു കോഫി കളറാണ്. KL45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അതെ, സൺറൂഫ് ഒക്കെ വരുന്ന ഡീസൽ മാനുവൽ, ടൈറ്റാനിയം പ്ലസ് അല്ല? ഓക്കെ, ഡീസൽ മാനുവൽ. ഇതും മൈലേജ് ഉണ്ടാവും. അപ്പോൾ അമേരിക്കൻ ബ്രാൻഡാണ് ഒക്കെ ആണെങ്കിലും മൈലേജിൽ അടിപൊളിയാണ് അല്ലേ? 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. പിന്നെ നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. നല്ല സുഖം ഉണ്ടാവും ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, ലോങ് റൈഡ് ഒക്കെ നല്ല ഹരാണ്. തീർച്ചയായും. ഏതാ മോഡൽ? 2021 ഡീസൽ. ഓക്കെ, മാനുവൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓട്ടം 47. വലിയ ഓട്ടം പോയിട്ടില്ല ഇതും അല്ലേ? നേരത്തെ കണ്ട സെൽട്ടോസിനേക്കാൾ ഓട്ടം കുറവാണ്. ഈ ഒരു എക്കോ സ്പോർട്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സെക്കൻഡ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഓക്കെ, 40,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ഈ ഒരു വാഹനം അല്ലേ? എക്കോ സ്പോർട്ട് ഡീസലാണ്, മാനുവൽ. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ. 6 എയർ ബാഗ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. എത്രയുടെ ചോദ്യം? എത്ര ഇപ്പോൾ? 9,40,000. 9,40 അല്ലേ? 21 മോഡൽ ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷൻ ടൈറ്റാനിയം പ്ലസ്. ഈ ഒരു മോഡൽ 40 മാർക്കറ്റിൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതാണ് കിലോമീറ്റർ തന്നെ ഹൈലൈറ്റ്, ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, ലോ കിലോമീറ്റർ എക്കോ സ്പോർട്ടാണ്, അതും ഡീസലിൽ. അത്രയും നല്ല ഡ്രൈവിംഗ് ഒരു പ്ലഷർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര ലോൺ കിട്ടും? ഒരു 8-8 ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രൈസ് എന്തായാലും ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു എന്തായാലും കസ്റ്റമർ വരുമ്പോൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് കണ്ടതിൽ കൂടുതൽ ചെറിയ വണ്ടികൾ നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് അല്ലേ? വലുത് പിന്നെ അങ്ങനത്തെ സെഗ്മെൻ്റാണ്, പക്ഷേ കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. നമ്മുടെ കാർ സ്റ്റോറിൻ്റെ നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. അതിൽ തന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ വേറെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമല്ലേ? നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കിട്ടും, ഇൻസ്റ്റയിലും നമ്മളെ കയറിയാൽ കിട്ടും, പേജിൽ കയറി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നിർത്താണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തണം. ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.